ഹലോ ഗായ്സ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രീ ഫയറിൻ്റെയാണ്. നമ്മൾ ആദ്യമായിട്ടാണ് ഫ്രീ ഫയറിൻ്റെ ഇങ്ങനെ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ ഇടുന്നത്. പിന്നെ വീഡിയോ കഴിഞ്ഞിട്ടാണ് വോയിസ് ഓവർ കൊടുക്കുന്നത്. അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ കാണും, അതൊക്കെ ശ്രമിക്കുക. അപ്പോൾ ലോങ് വോൾഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യും. അത് കഴിഞ്ഞാൽ ഏതൊക്കെയും 1v1 പോലെയാണ് കളിക്കുന്നത്. അപ്പം അത് നമ്മൾ 4 റൗണ്ട് വിട്ടുകൊടുത്തിട്ട് അവരെ നമ്മൾ അടിച്ചിട്ട് കംബാക്ക് എടുത്ത് കളി കളിക്കണം. ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയുടെ കണ്ടന്റ്. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താ ചെയ്യണ്ടേ, വീഡിയോയിലേക്ക് പോകാം. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ വീഡിയോയ്ക്ക് കോപ്പിറൈറ്റ് കിട്ടി. ഒരു കുഴപ്പമില്ല. നമുക്ക് വീഡിയോയിലേക്ക് ലാഗൊക്കെ ഉണ്ട് കേസ്. അപ്പോൾ അതിൻ്റേതായ കുഴപ്പങ്ങളൊക്കെ വീഡിയോയിൽ കാണും. അത് ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതാണ്, അത് വലിയൊരു സീനാണ്. ഞാൻ മാറ്റിക്കോളാം എങ്ങനെയും. എന്തുകൊണ്ടാണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. മൊബൈലിൽ റെക്കോർഡ് ചെയ്യുന്നതാണോ എന്താണ് പ്രശ്നമെന്ന് എനിക്ക് അറിയത്തില്ല. അപ്പോൾ എന്നാലും നമ്മൾ വണ്ടാ പഠിക്കാനൊക്കെ നോക്കണ പോലെ കാണുന്നുണ്ട്. പുള്ളിയെ പുള്ളിക്ക് വിട്ടുകൊടുക്കാൻ നോക്കിയിട്ട് പോലും പുള്ളി അടിച്ചിരുന്നില്ലെന്നൊക്കെ പറഞ്ഞു. അത് ഞാൻ ഒരു ഗ്ലൂവാൾ പോലും ഇടാനില്ല. അതാണ് അതിൻ്റേതായ ഒരു ജീവിതം എന്ന് പറഞ്ഞാൽ. അതുകൊണ്ടോ അടിച്ചിട്ടിട്ട് അവൻ തന്നെ ഇറങ്ങിപ്പോകുന്നു. ഇറങ്ങിപ്പോകും. ഇപ്പോൾ അതെന്നാ കണ്ടോ, ഇതെന്തൊക്കെ കഷ്ടമാണ്. നമ്മളൊക്കെ ഇത്ര പേടിയോ? എടാ, നീ എന്താടാ ഒരു റൗണ്ട് ജയിച്ചു അങ്ങോട്ട്. നമ്മളെന്നാലും അടുത്ത ഗെയിം പ്ലേയിലേക്ക് വന്നിട്ടുണ്ട്. അടുത്ത ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരൊറ്റ അറ്റംപ്റ്റേ കാണുള്ളൂ. ആ അറ്റംപ്റ്റ് നമ്മൾ ഇത് ഫിനിഷ് ചെയ്യണം. കഴിഞ്ഞ രീതി അവൻ ഇറങ്ങിപ്പോയതുകൊണ്ടാണ് നമ്മൾ ചെയ്തത്. നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്തത്. അതിലും കുറച്ച് ലാഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്ക് സെറ്റാക്കാം. അപ്പോൾ അവനെ നോക്കുവാണ് ചോദിച്ചു. ഞാൻ ഇവിടെ എങ്ങും കാണാനില്ല. അവൻ്റെ ഫുൾ സ്റ്റെപ്പ് എനിക്ക് നന്നായിട്ട് കേൾക്കാനുണ്ട്. പക്ഷെ അവൻ എവിടെയാണെന്ന് എനിക്കൊരു പിടുത്തവുമില്ല. ഞാൻ നേരെ അകത്തേക്ക് ഓടി. അന്നേരം പോകുന്നു. ഒരു മിന്നായം പോലെ ഞാൻ അവനെ കണ്ടു. അത് ഇനി നോക്കി ഓടിപ്പോയപ്പോൾ അവിടെ ഒരു ഗ്ലൂവാൾ വീഴുന്നതാണ്. അപ്പോൾ ഇവിടുന്ന് ഇട്ടെന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായി. പിന്നെ നമ്മൾ 4 റൗണ്ട് വിട്ട് കൊടുത്തിട്ടാണ് വീഡിയോ അടുത്ത് നമുക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഒരുപാട് ലാഗാവും വീഡിയോ. ലാഗെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്തി ആയിപ്പോവും. അതുകൊണ്ട് ഞാൻ വീഡിയോ അവിടെ കട്ടാക്കി. അപ്പോൾ നമ്മൾ എന്നാലും റിവെഞ്ച് എടുക്കാൻ പോവാണ്, അല്ല കംബാക്ക് എടുക്കാൻ പോവാണ്. അത് ഞാൻ വണ്ടാപ്പ് വേണമെന്നൊക്കെ വിചാരിച്ചു. പിന്നെ ഞാൻ കുത്തിപ്പിടിക്കാമെന്ന് വിചാരിച്ചു. നല്ല ലാഗും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു ഗെയിം പ്ലേയിൽ. അപ്പോൾ ഞാനിവിടെയൊക്കെ നിൽക്കുക. നിൽക്കുന്നുണ്ട്. ഇപ്പം പിന്നെ കളിയിൽ ഞാൻ പറയാത്തൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ പൊട്ടനാണ്. ഇന്ന് നമുക്ക് ചിലപ്പോൾ ഇച്ചിരിയും കൂടെ എളുപ്പമായി. ഞാൻ വൺടാപ്പൊന്നും അടിക്കാൻ നിന്നില്ല. അറിയാമല്ലോ, ചിലപ്പോൾ ഒറ്റ അറ്റംപ്റ്റേ ഉള്ളൂ. നമ്മളെങ്ങനെയെങ്കിലും നിന്നിയാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യത്തെ റൗണ്ട് എന്നാലും പിടിച്ചു. ഇനി രണ്ടാമത്തെ റൗണ്ടിലേക്കാണെങ്കിൽ രണ്ടാമത്തെ റൗണ്ട് എടുത്ത് നോക്കിക്കൊണ്ടിരിക്കുക. വീണ്ടും ഇവനെ കാണാനില്ല. ഇവൻ എവിടെ പോകണമെന്ന് എനിക്ക് ഒരു പിടുത്തമില്ല. എന്നിട്ട് ഞാൻ അവിടെ മൊത്തം കാണുന്നു. എന്നത് ഓടിയിരുന്നു. ഞാൻ കുത്തിപ്പിടിച്ച് പറ്റില്ല. 4 കയറി. പിന്നെ കുത്തിപ്പിടിച്ചപ്പോൾ അവൻ ചത്ത്. പിന്നെ ഞാനിങ്ങനെ നടന്നു പോയി. പിന്നെ അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വീഡിയോ പോസാക്കി കയറി. അപ്പോൾ എനിക്ക് AWM M4 കിട്ടി. ഞാൻ കയറി ചെന്ന് അടിക്കാൻ നോക്കി. പക്ഷേ അവൻ പറ്റിച്ച് കളഞ്ഞു. പിന്നെ ഞാൻ ഇവിടുന്ന് ഒരു ഹെഡ്ഷോട്ടൊക്കെ അടിക്കാനാണ് മാസമായിട്ട് അടിച്ചിട്ട് ഞാൻ ഇതിൻ്റെ അടുത്ത റൗണ്ടിലേക്ക് ഞാൻ വീഡിയോ കട്ടാക്കി. പിന്നെ അടുത്ത റൗണ്ടിലേക്ക് എത്തി. ഞാൻ നിൽക്കുന്നതാണ്. ഞാൻ കൂടറിനൊക്കെ നോക്കി വെച്ചൊന്നും നടന്നില്ല. അതുകൊണ്ട് ഹെഡ്ഷോട്ട് അടിക്കാനാണെന്ന് നോക്കിയിട്ട് ചുമ്മാ നിന്ന് വന്നു. അപ്പോൾ ആ റൗണ്ട് നമ്മളെടുത്ത് അങ്ങനെ നമ്മുടെ ലാസ്റ്റ് ഫൈനൽ റൗണ്ടിലേക്ക് എത്തി. നമ്മൾ അവസാനം ഞാൻ ആദ്യം 2 AWM ഒക്കെ എടുത്തു. പിന്നെ ഞാൻ ഓർത്ത് അയ്യോ ഇത് ലാസ്റ്റ് റൗണ്ടല്ലേ, എന്നാലും പോയില്ലെന്ന് ഓർത്ത് UMP എടുത്ത് ഡെസേർട്ടും എടുത്തു. എന്നാലും അവസാനം അവൻ മാസ് കാണിച്ച് കളി വെച്ചാലോ. എന്നിട്ട് ഞാൻ ഞാൻ തട്ടിയിട്ട് ഓടിയേ കുത്തി അങ്ങ് പിടിച്ചെന്ന് പറഞ്ഞാൽ പിടിച്ചു. ഇവിടെ നമ്മൾ കളിയും ജയിച്ചിട്ടുണ്ട്. നമ്മൾ എന്നാലും ലോബിയിലേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഇതൊക്കെ ഇത്രയൊക്കെയുള്ള ഈ വീഡിയോ കണ്ടിട്ട് എല്ലാവരും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഒരുപാട് സപ്പോർട്ട് ചെയ്യുക. കാരണം ഒട്ടും വ്യൂസൊന്നുമില്ല. പിന്നെ നമ്മൾ റെഡീം കോഡ്
ഹാപ്പി ആയിട്ട് ഗീവ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, അത് ഞാൻ ചെയ്യും. അപ്പം വീഡിയോ എത്രയും നേരം കണ്ടവർ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്ത് വരുന്ന ബെൽ ബട്ടൺ ഓണിലിട്ട് വെച്ചേക്കുക. എന്നാൽ എൻ്റെ വീഡിയോ എല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓരോ ഗീവയുടെ കാര്യങ്ങളൊക്കെ പതുക്കെ അടുത്ത വീഡിയോയിലൊക്കെ പറയും. ഓക്കെ, ബൈ.